ബംഗാളിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും യുവാക്കളുടെ ശക്തിയാൽ പാർട്ടി തിരിച്ചു വരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറിയും മുർഷിദാബാദ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് സലീം വെളിപ്പെടുത്തി. വർഷങ്ങളായി വോട്ട് ചെയ്യാൻ കഴിയാത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനവരെ അനുവദിച്ചിരുന്നില്ല. ജനം മാറ്റം ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് വരുത്തി തീർക്കാൻ BJPയും തൃണമൂലും ശ്രമിക്കുന്നു. അവർ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സംസ്ഥാനത്ത് 4 കക്ഷികളാണ് മത്സരിക്കുന്നത്. നിഷ്പക്ഷ വോട്ടുകൾ നിർണായകമാകും. BJP കോൺഗ്രസ് മുക്ത ഭാരതവും മമത കമ്മ്യൂണിസ്റ്റ് മുക്ത ബംഗാളുമാണ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്ത് തൊഴിലില്ല, വ്യവസായങ്ങളില്ല. യുവാക്കളുടെ ശക്തിയാൽ CPMൻ്റെ തിരിച്ചുവരവിനാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ BJP മുന്നേറിയത് വ്യാജ പ്രചാരണത്തിലാണ്. അന്ന് പുൽവാമയുടെയും ബാലക്കോട്ടിൻ്റെയും ഊർജ്ജത്തിൽ പാകിസ്ഥാനെതിരെ വോട്ട് ചെയ്യുന്നുവെന്ന തരത്തിലായിരുന്നു ജനങ്ങളുടെ സമീപനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 കോടി അനധികൃത കുടിയേറ്റ മുസ്ലിങ്ങളെ കയറ്റി അയക്കുമെന്ന തരത്തിൽ ദേശീയ പൗരത്വ ഭേദഗതി ചർച്ചയാക്കി. തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഒന്നും നടന്നില്ല. അതിനാൽ ജനങ്ങൾ ദേഷ്യത്തിലാണ്. CAA വിജ്ഞാപനം വന്ന ശേഷം ബംഗാളിൽ നിന്നാരും പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല. പാർലമെൻറ്റിൽ തൃണമൂൽ CAA എതിർത്തിരുന്നില്ല. ബംഗാളി മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് അത് കൊണ്ടുവന്നത്. ഇന്ത്യ മുന്നണി ഫാസിസ്റ്റ് BJP വിരുദ്ധ നിലപാടുകളുടെ കൂട്ടായ്മയാണ്. സംസ്ഥാന തലങ്ങളിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നാനാത്വത്തിലെ ഏകത്വം സംരക്ഷിക്കപ്പെടണം. വൈവിധ്യമാർന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. കേരളവും മണിപ്പൂരും ഗുജറാത്തും പോലെയല്ല. തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാകുമ്പോൾ അത് മുന്നിൽ കാണണം. BJP വിചാരിച്ച പോലെ സംഭവിക്കാത്തതിലെ അതൃപ്തിയാണ് അവർക്കുള്ളത്. ദേശീയ തലത്തിൽ സഖ്യമുണ്ടാകുമെന്നും അത് പറഞ്ഞ് എതിർക്കാമെന്നും കരുതിയിരുന്നു. സഖ്യം സംസ്ഥാന തലത്തിലാകുമെന്ന് BJP പ്രതീക്ഷിച്ചില്ല. CPM സ്ഥാനാർത്ഥികളിൽ നിരവധി യുവാക്കളുണ്ട്. പഴയ തലമുറയ്ക്കൊപ്പം അവരെയും ചേർത്താണ് CPM തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്.